ഡൽഹിയിലെ കേരള ഹൗസിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കേരള ഹൗസിലെ NGO അസോസിയേഷൻ പ്രവർത്തകർ നൽകുന്ന വരവേൽപ്പിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഡൽഹി കേരള ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വവുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തും. കേരള ഹൗസിലെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് കേരള ഹൗസിലെ NGO അസോസിയേഷൻ പ്രവർത്തകർ സ്വീകരണം നൽകുന്നു. അദ്ദേഹം പ്രതികരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ. 10 വർഷം അവരനുഭവിച്ച പ്രയാസത്തിന്റെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ആഹ്ലാദമാണ് NGO അസോസിയേഷന്റെ പ്രവർത്തകന്മാരിവിടെ കാട്ടിയത്. തീർച്ചയായിട്ടും അവരുടെ ആഹ്ലാദം ന്യായമാണ്. അവർക്ക് ആ സന്തോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞാൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേരുകയാണ്. തീർച്ചയായും അവരുടെ സന്തോഷം കേരള ജനതയ്ക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഒരു മത്സരമില്ല. എന്ത് മത്സരം? ഞാൻ മഹാരാഷ്ട്രയിൽ ഇന്ന് DCC പ്രസിഡന്റുമാരുടെ ഫൈനലൈസ് ചെയ്യുന്ന ദിവസമാണ്. രാഹുൽജിയോട് ഇന്ന് 11:30 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. ഇല്ല, അതുമായിട്ടൊന്നും ബന്ധമില്ല. ഇത് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പോൾ നിരീക്ഷകരായിട്ടുള്ള ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. 3:30 മണിയുടെ ഫ്ലൈറ്റിന് അവർ കേരളത്തിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുമായി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. അല്ല, ഞാൻ ഈ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തെ ഒരമർഷത്തിനും കാര്യമില്ല. ഇതൊരു പ്രോസസ്സാണ്. സാധാരണഗതിയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ വരുന്നു, അവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഹൈക്കമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കുക. അത് എപ്പോഴും ഉള്ള കാര്യമല്ലേ. പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും MLA-മാർക്കെല്ലാം കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീരുമാനമെടുക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ MLA-മാരുടെ നമ്പർ എന്ന് പറയുന്നത് ആപേക്ഷികമാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം ഹൈക്കമാൻഡിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അവരാണ് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരേത് മോഡ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിന് ശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനമെടുക്കും. അല്ല, കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇന്ന് തന്നെ പ്രതിനിധികൾ വരികയല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയല്ലേ. തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. അപ്പം കേരളത്തിൽ മാത്രം താമസിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ്? കേരളത്തിൽ മിന്നുന്ന വിജയമല്ലേ ഉണ്ടായത്. ജനങ്ങൾ ആവേശപൂർവ്വമാണ് UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വോട്ട് ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് അവരോടെല്ലാം നന്ദിയുണ്ട്. ഒരിക്കലും നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത് VD സതീശനാണെന്നും അതുകൊണ്ട് സ്വാഭാവികമായി ആ പദവിക്ക് ഒരു സ്വാഭാവിക നീതി എന്നുള്ള രീതിയിൽ സതീശനാണെന്ന് അർഹൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ VD സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. അതാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിന്റെ മുമ്പിലാണ് അവർ ഉചിതമായ തീരുമാനം. ആ ഒരു എക്സ്പീരിയൻസും പല പദവികൾ വഹിച്ച ആളുമാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും താങ്കളും ഈ റേസിൽ പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ താങ്കൾ ഈ റേസിൽ പരിഗണിക്കപ്പെടേണ്ട ആൾ തന്നെയല്ലേ? ബിൻരാജ്, ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് യാതൊരു അഭിപ്രായം പറയുന്നത് ശരിയാണോ?
അപ്പോൾ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും. അത് എല്ലാവരും അംഗീകരിക്കും. അതാണ് സ്വാഭാവികമായും പാർട്ടിയിൽ നടക്കുന്ന ഒരു നടപടിക്രമം. സംസ്ഥാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഉചിത സമയത്ത് ഉചിത തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡായിരിക്കും കൈക്കൊള്ളുകയെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. AICC നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് വൈകിട്ട് 3:30 വിമാനത്തിൽ കേരളത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. അവർ കേരളത്തിലെത്തി ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച നടത്തിയതിനു ശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ഹൈക്കമാൻഡായിരിക്കും തീരുമാനമെടുക്കുക. ഇപ്പോൾ നടക്കുന്ന ഫ്ലെക്സ് യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അവകാശവാദങ്ങളുമൊക്കെ അണികൾ നടത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. സോഷ്യൽ മീഡിയ അല്ല മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നും അതിന് ചില നടപടിക്രമങ്ങളുണ്ടെന്നും രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു. താൻ ഡൽഹിയിലെത്തിയത് മുഖ്യമന്ത്രി പദം സംബന്ധിച്ച അവകാശവാദങ്ങൾ ആയിട്ടല്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനല്ല. താൻ എത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കാനുള്ള ആ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് താൻ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും ഈ മഹാരാഷ്ട്രയിലെ DCC അധ്യക്ഷന്മാരുടെ നിയമനം സംബന്ധിച്ച പട്ടിക സംബന്ധിച്ച കാര്യത്തിലായിരിക്കും ചർച്ച നടത്തുകയെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പദം സംബന്ധിച്ച കാര്യവും ഈ കൂടിക്കാഴ്ചയിൽ പരിഗണനാ വിഷയമാകുമെന്നതിൽ തർക്കമില്ല. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ പോവുകയാണ്, ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോവുകയാണ്. ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ AICC നിരീക്ഷകർ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്ന് വൈകിട്ട് 3:30 വിമാനത്തിലാണ് കേരളത്തിലേക്ക് തിരിക്കുക. വളരെ നിർണായകമായ കൂടിക്കാഴ്ചകളാണ് രണ്ടുപേരും നടത്താൻ പോകുന്നത്. AICCയുടെ നിരീക്ഷകരായി അജയ് മാക്കനും മുകുൾ വാസ്നിക്കും വൈകിട്ട് 3:30 വിമാനത്തിൽ കേരളത്തിലേക്ക് വരുന്നു എന്ന വിവരം കൂടി ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് കേരള ഹൗസിലെത്തിയപ്പോൾ കേരള ഹൗസിലെ ജീവനക്കാർ, NGO അസോസിയേഷൻ പ്രവർത്തകർ അവർ അവിടെ സ്വീകരണം നൽകുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.